ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു യമനി ഡിഷ് സുർബിയാൻ റൈസ് റെസിപ്പി ആയിട്ടാണ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ ബസ്മതി അരി 1 മണിക്കൂർ മുമ്പേ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ മസാല തയ്യാറാക്കണം. അതിനായി 5 സവാള നീളത്തിലരിഞ്ഞത് പൊരിച്ചെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കണം. ഇനി നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് 1/3 ഭാഗം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 15 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി വെച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നല്ലപോലെ അരക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതായിരിക്കണം ഇതിൻ്റെ ടെക്സ്ചർ. ഇനി ഈ മസാലക്കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒഴിക്കാം. ഇനി നമ്മളിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ സവാള പൊരിച്ച അതേ വെളിച്ചെണ്ണയിലോട്ടേക്ക് 3 കഷ്ണം കറുവപ്പട്ട, 1 ഉണക്കനാരങ്ങ, 4 ഏലക്ക, 5-6 ഗ്രാമ്പു ഇവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് 1 കഷ്ണം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽട്ടായി വരുമ്പോൾ നമുക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ടേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായി നുറുക്കിയതിട്ട് കൊടുക്കാം. പിന്നെ 1 ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചിട്ടത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് പൊരിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം സവാള. ഇനി ഇതിലോട്ടേക്ക് 2 മാഗി ക്യൂബ് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു വലിയൊരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് അതിലോട്ടേക്ക് കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു, 1 ഉണക്ക നാരങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ സവാള പൊരിച്ച് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായി തിളക്കുമ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്ത് അരി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കാം. വെള്ളം എത്രയായാലും കുഴപ്പമില്ല, നമ്മളിതുപോലെ സ്ട്രെയിൻ ചെയ്തത് കൊണ്ട്. ഇനി നമ്മൾ മസാല നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ചോറ് നമുക്ക് ഈ കുക്കായി വന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവനായും ഇട്ട് കൊടുത്താൽ നമുക്കിതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കലർത്തിയത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കളറിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത്, നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്,
കിസ്മിസ് അതുകൂടി ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം ചെറിയ തീയിൽ ദമ്മിടാൻ വെക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള സുർബിയാൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.